നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന് കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ് കേരള സർക്കാർ യൂട്ടൺ അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ BJP നേതാവും ഹിന്ദു ഐക്യവേദിയുടെ ചുമതല ഉള്ള ആളുമായ ശശികല ടീച്ചർ തോൽക്കുകയും വേട ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ഇറങ്ങിയ ദിവസം മുതൽ, അത് റിലീസായ ദിവസം മുതൽ തന്നെ വൻ ഹിറ്റ് ആയിരുന്നു. അയ്യപ്പനെ കുറിച്ചും അതുപോലെ ശബരിമലയെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കണം ആ കളവ് വിഷയവുമായിട്ട് എന്ന് മനസ്സിൽ തോന്നുന്നവരെല്ലാവരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ പാട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഹിറ്റടിച്ച് നിൽക്കുന്ന ഒരു ഗാനമായിരുന്നു ഈ പറയുന്ന പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇതുപോലുള്ള പാട്ടുകൾ ഹിറ്റാവുകയും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ പാട്ട് പിന്നെ ജനം മറക്കുകയുമാണ് പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ഗാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് നേതാവും KPCCയുടെ ചുമതല വർക്കിംഗ് പ്രസിഡന്റുമായ അതുപോലെ തന്നെ കുണ്ടറ MLAയുമായ PC വിഷ്ണുനാഥ് ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പാട്ട് പാടിയതിന് ശേഷം വൻ വിവാദം ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് കുഞ്ഞബ്ദുള്ളയാണ്. അപ്പൊ കുഞ്ഞബ്ദുള്ളയാണ് ഈ ഗാനം എഴുതിയത്. അതിനെ എന്തെങ്കിലും രീതിയിൽ ഒരു വിമർശനങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ CPM വേണ്ട പണികളൊക്കെ എടുത്തെങ്കിലും അതൊക്കെ തന്നെ ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത്. കുഞ്ഞബ്ദുള്ളക്ക് കിട്ടിയ ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് ശരിക്കും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെയാണ്. ഞാനടക്കമുള്ള ആളുകൾ ഒരുപാട് ഇത് എഴുതിയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഓരോ അയ്യപ്പ ഭക്തനും ഇത് എന്താ പറയാ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇത് പുറത്തു പറയാൻ കഴിയാതെ വരുന്ന സംഭവങ്ങളാണ്. അത് വളരെ വ്യക്തമായി എഴുതുകയും അത് അടിപൊളിയായി പാടുകയും ചെയ്തിട്ടുണ്ട്. പല്ലവിയിലാണ് ഈ കാര്യങ്ങൾ, അയ്യപ്പന്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ബാക്കി ചരണത്തിലും അനുപല്ലവിയിലും ഒക്കെ വയനാടിന്റെ കാര്യങ്ങളും TP ചന്ദ്രശേഖരന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടാണ് ഈ പാട്ട് പോകുന്നത്. അപ്പോ അടിമുടി ഇത് സഖാക്കളെ എന്താ പറയാ കീറി മുറിച്ച് ഒട്ടിച്ച ഒരു അവസ്ഥയിലുള്ള ഒരു പാട്ടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ വിഷ്ണുനാഥ് ഈ ഒരു ഗാനം പറഞ്ഞതിന് ശേഷമാണ് ഇത് മാക്ടയിൽ പരാതി ചെയ്യും, അത് പരാതിപ്പെടും, അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇത് എടുത്ത് മാറ്റുന്ന ഒരു അവസ്ഥ വരും എന്നടക്കം പറയുന്ന ലെവലിലേക്ക് ഈ ഒരു ഇതിന്റെ വിമർശനങ്ങൾ പോവുകയുണ്ടായി. പക്ഷേ ജനവികാരം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു സർക്കാർ ഇപ്പോ ഈ കാര്യത്തിൽ നിന്ന് വലിയുകയാണ് ഉണ്ടായത്. അതിന് കേസ് എടുക്കേണ്ടതില്ല, കേസില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആരും തന്നെ ആ പാട്ട് മാറ്റേണ്ടതില്ല എന്നൊക്കെയാണ് സർക്കാർ ഇപ്പോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ഇത് പാടാത്തവരും പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. മാത്രമല്ല ഇതിന്റെ പുതിയ വേഷനും ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള പല ഭക്തിഗാനങ്ങളും ഈ അയ്യപ്പന്റെ ഭക്തിഗാനങ്ങൾ വെച്ചിട്ട് ഇതുപോലെ പാരഡി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇവർ പറയുന്നത്, ഇപ്പൊ മുരുകൻ കാട്ടാക്കട ഇന്നൊരു വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊരു പാരഡി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുള്ളി ഇതിനെ വിമർശിക്കുന്നത് കണ്ടു. എന്താണ് ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കാര്യം ഈ ഒരു പാരഡിയിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. ഒരു അടിസ്ഥാനരഹിതമായിട്ട് ഇത്രയും വിവരവും എഴുത്തുമറിയുന്ന മുരുകൻ കാട്ടാക്കടയുടെ പോലെയുള്ള ആളുകൾ ഈ ഒരു പാട്ടിനെ വിമർശിക്കുമ്പോൾ അയാളുടെ നിലവാരം പാടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഇതില് നമുക്കറിയാം, അയ്യപ്പന്റെ ആണെങ്കിലും ഹൈന്ദവ ദൈവങ്ങളുടെ എല്ലാ ദൈവങ്ങളുടെയും പാട്ടുകൾ ഒരുപാട് പേര് പാടുകയും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നുമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ടുകളെ എങ്ങനെ ആര് എന്ത് രീതിയിൽ വിമർശിച്ചാലും ആളുകൾ പ്രശ്നമാക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെറും സംഗീതമാണ്. സംഗീത ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത്രയും ലളിതമായ രീതിയിൽ ഇതിനെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു സാധാരണ മനുഷ്യന്റെ സൃഷ്ടിയായും അവന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളുമായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കുന്നത് കൊണ്ടോ അതിനെ കളിയാക്കുന്നത് കൊണ്ടോ അതിനെ മറ്റുള്ള രീതിയിലേക്ക് മാറ്റുന്നത് കൊണ്ടോ ഒന്നും തന്നെ വലിയ പ്രശ്നമാവാറില്ല. അത് കേസ് ആയാൽ തന്നെ നിലനിൽക്കുമെന്നും തോന്നുന്നില്ല. ഇവിടെ ശരിക്കും ദൈവങ്ങളുടെ ബേസിക് ആയിട്ട് ഉള്ളത് മന്ത്രോച്ചാരണങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ അയ്യപ്പന്റെ ആണെങ്കിൽ അഖണ്ഡനാമം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ ശിവന്റെ ആണെങ്കിലും വിഷ്ണുവിന്റെ ആണെങ്കിലും വിഷ്ണു സഹസ്രനാമം, ശിവമന്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതിനെയൊക്കെ എടുത്ത് വിമർശിക്കുമ്പോൾ മാത്രമാണ് ഹൈന്ദവരുടെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവിനെ ബാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും ചൈതന്യത്തോടു കൂടി ചൊല്ലുന്ന മന്ത്രങ്ങളെയൊക്കെ എടുത്ത് കീറി മുറിക്കുമ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഹൈന്ദവ കൂട്ടായ്മകളും ഒരുവിധം ഹൈന്ദവരൊക്കെ അതിനെ എതിർത്തെന്ന് വരും. കാരണം ആ ഓരോ മന്ത്രങ്ങൾക്കും ആ മന്ത്രത്തിന്റെ ഉച്ചാരണങ്ങൾക്കും വാചകങ്ങൾക്കും അക്ഷരങ്ങൾക്കും അത്ര ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
പറയുന്നത്. അപ്പൊ ആ രീതിയിൽ അത് ചൊല്ലേണ്ടതാണ്. അത്തരത്തിലുള്ള മന്ത്രങ്ങളെയൊക്കെയാണ് എടുത്ത് പേരടിയാക്കുന്നത്. ഒന്നാമത്തത് അങ്ങനത്തെ മന്ത്രങ്ങളെ പേരടിയാക്കാരും നിൽക്കാറില്ല. അതത്ര ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നല്ല. സാധാരണ ജനങ്ങൾക്ക് അത് ചൊല്ലാനും പറ്റാത്ത ഒരു സംഭവമാണ്. അത് ചൊല്ലണമെങ്കിൽ തന്നെ ഒരുപാട് ദിവസത്തെ പ്രയത്നം വേണം, ചൊല്ലി പഠിക്കേണ്ടതായിട്ട് വേണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഭക്തിയെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു സംഭവത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയാ. ഇത് എന്ന് പറയുന്നത് ഒരു സാധാരണ പാട്ടാണ്. ആ അത്തരത്തിലുള്ള പാട്ടിനെ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം, പാരഡി ഇറക്കാം, ഇതൊക്കെ ചെയ്യാം. അവിടെയാണ് സർക്കാർ യാതൊരുവിധ സംഗീത ബോധവും ഇല്ലാതെ പറയുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് കൂടുതൽ സാഹിത്യപരമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരാണ് സാഹിത്യം ഇറക്കി കലക്കി കുടിച്ചവർ എന്നവർ സ്വയം പറയുന്നവർ അവരാണ്. അപ്പൊ അത്രയധികം ബോധമുള്ളവരാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് പരാതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയാ, കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി പറയാനുള്ളത് ഇതേ സംഭവം തന്നെയാണ് ശശികല ടീച്ചറും കാര്യം എടുത്താലും. വേടന്റെ പാട്ട് ഹിറ്റായി നിന്ന് വേടൻ നല്ല കത്തി നിൽക്കുന്ന സമയത്താണ് ശശികല ടീച്ചർ പറഞ്ഞത് വേടൻ ഒരു ദളിതനാണ്, വേടൻ പാടേണ്ട പാട്ട് നാടോടി ഗാനങ്ങളും അതുപോലെ തന്നെ നാടൻ പാട്ടുകളുമാണ് എന്ന് പറയുകയും ഒപ്പം തന്നെ BJP എന്ന് പറയുന്ന പാർട്ടി വേടനെ അതിശക്തമായി സാമൂഹ്യ വിമർശനം നടത്തുകയും ഉണ്ടായി. ഈ അവസരത്തിലാണ് ഇപ്പോ ഈ കഴിഞ്ഞ ഇലക്ഷന് വേടന്റെ കടലമ്മ പെറ്റതാണ് ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഗാനം, ആ ഗാനത്തിന്റെ പാരടി ഈ പറയുന്ന BJP-ക്കാര് പ്രചാരണ ഗാനമായി എടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സംഭവം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതാരും അധികം പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത് എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പേരടിയിൽ ഈ ഗാനം മുങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. ഏതായാലും അതാണ് പറയുന്നത്, ഈ വേടനെ പോലെയുള്ള കലാകാരനെ എതിർത്ത BJP വേടന്റെ പാട്ട് തന്നെ പാടി പ്രചാരണം നടത്തുന്നത് തീർച്ചയായിട്ടും വേടന്റെ ഒരു വിജയമായി തന്നെ കാണേണ്ടി വരും. ശശികല ടീച്ചറെ പോലെയുള്ള ഇത്തരത്തിലുള്ള നാണം കെട്ട വിമർശനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇനിയും വന്ന് എഴുന്നള്ളിക്കരുത് എന്നാണ് പറയാനുള്ളത്. സംഗീതമാണ്, സംഗീതം ആർക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാവുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി അത് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, അവരുടെ നാവിൻ തുമ്പിൽ വളരെ ലളിതമായി അവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഗാനങ്ങൾ എല്ലാ കാലവും ജനങ്ങൾ പാടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് വേടൻ എന്ന് പറയുന്ന ആ കലാകാരൻ അദ്ദേഹത്തിന്റെ കല ഇത്ര അധികം ജനങ്ങളിലേക്ക് ആഴത്തിൽ ചെന്ന് ഇറങ്ങിയതും. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് വേടനും കൂടി ഒരു വിജയമാണ് എന്നാണ് പറയാനുള്ളത്. അയാളുടെ പാട്ടുകൾ വളരെ ആഴത്തിൽ ജനമനസ്സുകളെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു പാട്ടും BJP-ക്ക് തന്നെ ചെയ്യാൻ തോന്നിയതും BJP ചെയ്തതും എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഈ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് പ്രചാരണ ഗാനത്തിന് ഒരു കേസ് കൊടുക്കുന്നതും അത് സഖാക്കളെ വളരെ രൂക്ഷമായി അത് ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നു കേരളത്തിൽ കടന്നു പോകുന്നത്. അതെന്തായാലും UDF-ന് വലിയ ഗുണം ചെയ്തു. ഇനി വരും കാലങ്ങളിലും അത് UDF-ന് ഗുണം ചെയ്യും എന്നാണ് തോന്നുന്നത്. ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശനോട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കി തരാമോ എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത്രമാത്രം മനസ്സിനെ അലട്ടുന്നു അല്ലെങ്കിൽ അവരെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സ്വർണം കട്ടത് സഖാക്കളാണ് എന്നുള്ളതാണ് കോടതി ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോ ഏതായാലും ഇനി വരും ഇലക്ഷനിൽ ഈ ഗാനം ഒന്നും കൂടി ആവർത്തിക്കും UDF എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4 മാസം കഴിഞ്ഞ ഒരിക്കൽ കൂടി ജനങ്ങളെ ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDF-നും ഒരു മിന്നും ജയം ഈ പാട്ടിലൂടെ നേടാൻ കഴിയും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.